BSSC IT-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ്. നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ട്രയാങ്കിൾ എന്ന ടോപ്പിക്കിലായിരുന്നു നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത്. ആ ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഐസോസെലസ് ട്രയാങ്കിൾ എന്താണെന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കോളുക. കാരണം അടുത്ത ക്വസ്റ്റ്യൻ ഐസോസെലസ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കണം. ട്രയാങ്കിളിന് 3 സൈഡുണ്ട്, അതിൻ്റെ 2 സൈഡുകൾ തുല്യമാണെങ്കിൽ ആ ട്രയാങ്കിളിനെയാണ് അത്തരം ട്രയാങ്കിളാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഈ സൈഡും ഞാനിവിടെ ഈ 2 വരയിട്ട് കാണിച്ചേക്കുന്ന ഈ 2 സൈഡുകളും തുല്യമാണ്. ആ സൈഡുകളെ നമ്മൾ എസ് എന്ന് പറയും. ആ സൈഡുകളുടെ ലെങ്ത്തിന് എസ് എന്ന് പറയും. സ്ലാൻഡ് ലെങ്ത് എന്ന് പറയും. SLANT സ്ലാൻഡ് ലെങ്ത് എന്ന് പറയും. എസ് ആണ്, ഇത് എസ് ആണ്, ഇപ്പുറത്തതും എസ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, ഇവിടെയുള്ള ആംഗിൾസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള 2 ആംഗിൾസും ഇവിടെ എന്താണ് ഈക്വൽ ആയിരിക്കും. ആ ഈക്വൽ സൈഡുകൾ, തുല്യമായിട്ടുള്ള സൈഡുകൾ ഉണ്ടാക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് അറിയേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല B × (S²- B²). ഇനി ഈ ഫോർമുല നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഐസോസെലസ് ട്രയാങ്കിളിന് മാത്രമുള്ളൊരു വ്യത്യാസമാണ്. നമ്മൾ ബാക്കി ഈ ഐസോസെലസ് ട്രയാങ്കിൾ പോയിട്ട് ബാക്കി എവിടെ നമ്മൾ B കണ്ടാലും നമ്മൾ ബേസ് എന്നാണ് മനസ്സിലാക്കുക. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഐസോസെലസ് ട്രയാങ്കിൾ പോയിട്ട് ബാക്കി എവിടെ ആയിരുന്നാലും നിങ്ങൾ B കണ്ടു കഴിഞ്ഞാൽ ബേസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ അവിടെ മാത്രമേ ഈ കണ്ടീഷനുള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ മാത്രം B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ പകുതിയാണ്. സോ ഈ ഫോർമുലയിലുള്ള B എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല B × (S²- B²) ആണ്. അതിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അല്ല, ബേസിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ല, B എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇത് എവിടെ മാത്രം ബാധകമുള്ളൂ? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ മാത്രമേ ഈ ഒരു കാര്യം ബാധകമായിട്ട് വരുന്നുള്ളൂ, വേറെ ഒരിടത്തും ഇത് വരുന്നില്ല. അതും കൂടെ ഒന്ന് ഓർത്തോളൂ. സോ B × (S²- B²). എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള സൈഡാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഹൂസ് ബേസ് ഇസ് 6 cm ലോങ് ആൻഡ് ഈച്ച് ഓഫ് ദ അതർ 2 sides 5 cm ലോങ്. സോ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്, ഹൂസ് ബേസ് ഇസ് 6 cm. ബേസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ബേസിൻ്റെ നീളം 6 cm ആണ്. ആൻഡ് ഈച്ച് ഓഫ് ദ അതർ 2 sides, ഓക്കെ, ബേസ് കഴിഞ്ഞിട്ട് മറ്റ് 2 സൈഡുകളുണ്ടാവും. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ആ 2 സൈഡുകളുടെ നീളം 5 cm ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ഫോർമുല നമുക്കറിയാം. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കുറച്ച് നേരത്തെ നോക്കിയുള്ളൂ. ഏരിയ A = B × (S²- B²). പക്ഷേ അവിടെ ഞാൻ പറഞ്ഞു തന്നു, B എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അത് എവിടെ മാത്രമേ വരത്തുള്ളൂ? ഐസോസെലസ് ട്രയാങ്കിളിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, വേറെ ഒരു ഇതിൻ്റെ അകത്തും വരത്തില്ല. അത് ബാക്കി എല്ലായിടത്തും ബേസ് എന്ന് പറഞ്ഞാൽ B എന്ന് തന്നെ എടുക്കും. ഇവിടെ മാത്രം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ പകുതിയാണ് എന്തായിട്ട് എടുക്കുന്നത്? B എന്ന് എടുക്കുന്നത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഓക്കെ, ആദ്യത്തെ ലൈനിൽ തന്നെ ഞാനത് എഴുതിയിട്ടുണ്ട്. ഇവിടെ B എന്ന് പറഞ്ഞാൽ എന്താണ്? 6/2 അല്ലെങ്കിൽ ബേസ് 6 cm ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, അതിനുശേഷം മാത്രം എൻ്റെ ആൻസർ കാണുക കേട്ടോ. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ പകുതിയാണ്. ബേസ് തന്നിട്ടുണ്ട് ഇവിടെ, എത്രയാണ്? 6 cm. ബേസ് 6 cm തന്നിട്ടുണ്ട്. സോ അതിൻ്റെ പകുതി 3 cm. ഇനി ഈക്വൽ സൈഡിന് നമ്മൾ എടുക്കുന്നത് എസ് എന്നാണ് എടുക്കുന്നത്. അത് 5 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏരിയ നമ്മുടെ ഫോർമുല ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്.
ഏരിയ എ സമം പി ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 3 ഇൻറ്റു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. എന്തെങ്കിലും ഒരു സ്ഥലത്തിൽ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് അതുകൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 5 സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 5 ഇൻറ്റു 5 ചെയ്യണം. 3 സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 3 ഇൻറ്റു 3 ചെയ്യണം. അതാണ് അടുത്ത ലൈനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 3 ഇൻറ്റു റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ 25, 5 ഇൻറ്റു 5 25 മൈനസ് 3 സ്ക്വയർ 3 ഇൻറ്റു 3 9. ഇത് ചെയ്യുമ്പോൾ 25 9 കുറയ്ക്കുമ്പോൾ 16 കിട്ടും. 16ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4 കിട്ടും. സോ 3 ഇൻറ്റു 4 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹൂസ് സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ. സോ ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഇവിടെ ഈ ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 5 സെൻറ്റിമീറ്റർ സൈഡുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നിട്ടുണ്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ചോദ്യം എല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സോ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻസർ കറക്റ്റാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തേക്കുന്ന വഴിയും ഞാൻ ചെയ്തേക്കുന്ന വഴിയും ഒരുപോലെയാണെന്ന് നോക്കുക. സോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹൂസ് സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈഡിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, 5 സെൻറ്റിമീറ്റർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു എന്ത് തരം ട്രയാങ്കിളാണ്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമഭുജ ത്രികോണമാണ്. മീൻസ് ആ ത്രികോണത്തിൻ്റെ 3 സൈഡുകളും തുല്യമായിരിക്കും. അതായത് ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റ് 2 സൈഡുകളും ഓട്ടോമാറ്റിക്കലി 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 3 സൈഡുകളും തുല്യമായതുകൊണ്ട് തന്നെ. സോ അത്തരത്തിലുള്ള ഒരു ട്രയാങ്കിളാണ്. സോ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഏരിയ ആയിരുന്നാലും ഇതിൻ്റെ പെരിമീറ്റർ ആയിരുന്നാലും എന്ത് കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു വാല്യൂ മതിയാവും, ഒരു സൈഡിൻ്റെ നീളം മതിയാവും. കാരണം അത് തന്നെ ഇനഫാണ് ഇൻഫർമേഷൻ. ഓക്കെ, സോ സൈഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സൈഡ് തന്നിരിക്കുന്നത് സൈഡ് എ സമം 5 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഏരിയ എ സമം റൂട്ട് 3/4 ഇൻറ്റു സൈഡിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ. സൈഡ് ഇവിടെ നമ്മൾ എ എന്നാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഫോർമുല കാണാൻ പഠിച്ചേ പറ്റുള്ളൂ. √3/4 3 കഴിഞ്ഞിട്ട് 4 √3/4 ഇൻറ്റു എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ. സോ √3/4 അടുത്ത ലൈനിൽ ഞാൻ സൈഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതാണ് 5 ഇൻറ്റു 5 ചെയ്താൽ മതി. സോ √3/4 ഇൻറ്റു 25. ഇതെങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സിമ്പിൾ കാൽക്കുലേറ്ററാണ് നിങ്ങൾ പരീക്ഷയിൽ കൊണ്ടുവേണ്ടത്. സോ സിമ്പിൾ കാൽക്കുലേറ്ററിൽ ആദ്യം 3 ടൈപ്പ് ചെയ്യുക, എന്നിട്ട് റൂട്ട് അമർത്തുക. സിമ്പിൾ കാൽക്കുലേറ്ററിൽ റൂട്ടിൻ്റെ ചിഹ്നം ഉണ്ടാവും. 3 ടൈപ്പ് ചെയ്തതിന് ശേഷം റൂട്ട് അമർത്തുക. അപ്പോഴേ ആൻസർ വരും. ആ ആൻസർ ഡിവൈഡ്/4 ചെയ്യുക. അപ്പോൾ നിങ്ങൾ √3/4 എന്ന് പറയുന്ന ആ സാധനം കംപ്ലീറ്റ് ചെയ്യും. ഇൻറ്റു 25 ചെയ്യുക. സോ 3 എടുക്കുക, റൂട്ട് അമർത്തുക, കിട്ടുന്ന വാല്യൂവിനോടെ 4 ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 25 ചെയ്യുക. കാര്യം നമ്മുടെ ആൻസർ കിട്ടും. 10.825 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് വൺ സൈഡ് ഓഫ് ആൻ calculate its perimeter if one side of an equilateral triangle is 55 centimeter long. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമഭുജ ത്രികോണമാണ്. അതിൻ്റെ ഒരു സൈഡ് 55 mm നീളമുണ്ട്, മില്ലിമീറ്റർ നീളമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള അളവ്. ഓക്കെ, പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം തന്നെ ചുറ്റളവാണ്. ഓക്കെ, ഇവിടെ ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ കിട്ടും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡുകളും തുല്യമാണ്. സോ ആദ്യത്തെ സൈഡ് എ ആണെങ്കിൽ രണ്ടാമത്തെ സൈഡും എ ആയിരിക്കും, മൂന്നാമത്തെ സൈഡും എ ആയിരിക്കും. സോ ഇവിടുത്തെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + a. ഈ 3a കൂട്ടുന്നതിന് പകരം 3a എന്ന് പറയാം. ഓക്കെ, 3a കൂട്ടുന്നതിന് തന്നെയാണ് 3a എന്ന് പറയുന്നത്. ഓക്കെ, 3a. സോ അതാണ് ഇവിടുത്തെ ഫോർമുല. പെരിമീറ്ററിൻ്റെ ഫോർമുല ഞാനിവിടെ വേണമെങ്കിൽ എഴുതിത്തരാം. പെരിമീറ്റർ = 3 ഇൻറ്റു സൈഡ്.
പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൻ്റെ 3 ടൈംസ് ആണ്. സോ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A = 55 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ താഴെ പെരിമീറ്റർ പീസ് ആകുമ്പോൾ 3 × 55 165 mm എന്ന ആൻസർ കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാവിങ് ഇറ്റ്സ് സൈഡ്സ് 9 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ. സോ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 2 ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ട്രയാങ്കിളിൻ്റെ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ പറഞ്ഞിട്ടുണ്ട് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് ഇറ്റ് സൈഡ്സ് 9 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ. ഒരു ട്രയാങ്കിളിൻ്റെ ജനറൽ ഫോർമുല, ഏരിയ എന്നുള്ള ജനറൽ ഫോർമുല നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസും ഹൈറ്റും ഒന്നും തന്നിട്ടുമില്ല. സോ പിന്നെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് 3 സൈഡുള്ള 9 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ട്രയാങ്കിളുണ്ട്. ആ ട്രയാങ്കിളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ചോദ്യം. സോ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും കഴിയുന്നവരെല്ലാവരും സ്വന്തമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന ആൻസർ എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, ഈ വീഡിയോ ഒന്ന് പേഴ്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ആൻസർ തെറ്റായിരുന്നാലും ശരിയായിരുന്നാലും അതിനുശേഷം ഞാൻ ഈ പറയുന്ന എക്സ്പ്ലനേഷനും കാണുക. സോ ഇവിടുത്തെ കീ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സൈഡുകൾ നോക്കുക. 9 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ. സോ 9 10 12 മൂന്നും ഡിഫറൻ്റ് ആണ്. 3 സൈഡുകളും എന്താണ്, ഡിഫറൻ്റ് ആണ്. നമ്മൾ അങ്ങനെ ഒരു ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. 3 സൈഡുകളും വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സ്കെയിലിൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ പിന്നെ എന്ത് പറയുന്നത്, ഇറഗുലർ ട്രയാങ്കിൾ എന്ന് പറയും. ഒന്നുകിൽ നമുക്ക് സ്കെയിലിൻ SCALENE സ്കെയിലിൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇറഗുലർ ട്രയാങ്കിൾ എന്ന് പറയാം. നിങ്ങളിവിടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യം, ഒരിക്കലും ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഈ സ്കെയിലിൻ ട്രയാങ്കിളോ അല്ലെങ്കിൽ ഇറഗുലർ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ക്വസ്റ്റ്യനിൽ ഒരിക്കലും അതൊരു സ്കെയിലിൻ ട്രയാങ്കിൾ ആണെന്ന് അവർ പറയത്തില്ല. പക്ഷേ സൈഡുകൾ ഡിഫറൻ്റ് ആയിട്ട് തരും. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുത്തോളാം ഇതൊരു സ്കെയിലിൻ ട്രയാങ്കിൾ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കേണ്ട ഫോർമുല എവിടെ നിന്നുള്ള ഫോർമുലയാണ്, സ്കെയിലിൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സോ ഞാനിവിടെ താഴെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ ABC എന്നെടുക്കുക. 3 വ്യത്യസ്തമായതുകൊണ്ട് A 9 സെൻറ്റിമീറ്റർ എന്നെടുക്കുക, B 10 സെൻറ്റിമീറ്റർ എന്നെടുക്കുക, C 12 സെൻറ്റിമീറ്റർ എന്നെടുക്കുക. സോ ഏരിയ A സമം റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഏരിയ എത്രയെന്ന് എടുക്കുക, A സമം റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. അവിടെ S എന്താണെന്ന് ആദ്യം നോക്കണം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ സ്കെയിലിൻ ട്രയാങ്കിൾ പഠിപ്പിച്ച് പറഞ്ഞു. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡുകളും കൂട്ടുന്നതാണ്. A+B+C ആണ്. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി, A+B+C/2. സോ 9 ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 9 + 10 + 12 /2 31/2 15.5 എന്ന് കിട്ടും. ഇനി എസിൻ്റെ വാല്യൂ നമുക്കറിയാം, എയും ബിയും സിയും അറിയാം. ഇനി ഫോർമുലയിലകത്തോട്ട് ഈ വാല്യൂസ് കൊടുക്കുക. ഏരിയ A സമം റൂട്ട് ഓഫ് എസിൻ്റെ സ്ഥാനത്ത് 15.5 ഇൻറ്റു 15.5 മൈനസ് 9, അടുത്ത് ഇൻറ്റു 15.5 മൈനസ് 10, അടുത്ത് ഇൻറ്റു 15.5 മൈനസ് 12 റൂട്ട് ഓഫ് പിന്നെ താഴെ ഇവിടെ നോക്കിക്കോളാം, ഈ ലൈനിൽ നോക്കിക്കോളാം. റൂട്ട് ഓഫ് 15.5 അങ്ങനെ കൊടുക്കുക ഇൻറ്റു 15.5 നിന്ന് 9 കുറയ്ക്കുമ്പോൾ 6.5 കിട്ടും, ഇൻറ്റു 15.5 നിന്ന് 10 കുറയ്ക്കുമ്പോൾ 5.5 കിട്ടും, ഇൻറ്റു 15.5 നിന്ന് 12 കുറയ്ക്കുമ്പോൾ 3.5 കിട്ടും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15.5ഉം 6.5ഉം 5.5ഉം 3.5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1913 എന്ന് കിട്ടും. അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ 44 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 44 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ബേസ് 20 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ.
റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം പഠിച്ചത് ജനറൽ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അടുത്ത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോസെലസ് ട്രയാങ്കിൾ, ഏരിയ A സമം B ഇൻറ്റു റൂട്ട് ഓഫ് S സ്ക്വയർ മൈനസ് B സ്ക്വയർ. അതിൽ B എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ പകുതി എന്നുള്ള കാര്യം ഓർത്തോളാം. ഈ ജനറൽ ട്രയാങ്കിളിലൊക്കെ ഹാഫ് BH പറഞ്ഞിടത്തൊക്കെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് തന്നെയാണ്, പകുതിയൊന്നുമല്ല. ഇനി അടുത്ത് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/4 ഇൻറ്റു സൈഡിൻ്റെ സ്ക്വയർ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. അവസാനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കോണ് 90 ഡിഗ്രി വരുന്ന അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ വരുന്ന ട്രയാങ്കിൾസിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല ഹാഫ് BH ആണ്. അവിടെ B എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഫുൾ ലെങ്ത് ആണ് കേട്ടോ. സോ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ബേസ് 20 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ. അതാണ് ചോദ്യം. ഈ ചോദ്യം മനസ്സിലായവർ ദയവായി ഇത് നിങ്ങളുടെ ആൻസർ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന ആൻസർ നോക്കുക. സോ ബേസ് B സമം 20 സെൻറ്റിമീറ്റർ. സോ ഇതേ സാധനം ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ബേസിൻ്റെ പകുതി എടുക്കും. ഇവിടെ നമ്മൾ എന്തെന്ന് തന്നെ എടുക്കും, ബേസ് B എന്ന് തന്നെ എടുക്കും. 20 സെൻറ്റിമീറ്റർ ആണ് ബേസ്, B 20 സെൻറ്റിമീറ്റർ എടുത്തു. ഹൈറ്റ് H സമം 8 സെൻറ്റിമീറ്റർ ആണ്. ഫോർമുല നമുക്കറിയാം, ഏരിയ A സമം എന്താണ്, ഹാഫ് BH. B ഇൻറ്റു H ഇൻറ്റു 1/2, അല്ലെങ്കിൽ ബീനെ Hനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പകുതി എടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്, H എന്ന് പറഞ്ഞാൽ 8 ആണ്. 20 ഇൻറ്റു 8 എത്രയാണ്, 160. 160/2 എത്രയാണ്, 80. അത്രയേ ഉള്ളൂ, അതാണ് ചോദിക്കുന്നത്. സോ ഇത് ഹാഫ് എന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയൊന്നും തോന്നേണ്ട കാര്യമില്ല. ഹാഫ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ അറിയത്തില്ല എങ്കിൽ, ആ ഒരു മീനിങ്ങിൽ എടുക്കാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 20നെ 8നെ ഗുണിക്കുക, എന്നിട്ട് ÷ 2 ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടനസ് ഇഫ് എ റൈറ്റ് ആംഗിൾ ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് കേട്ടോ, ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെൻ ദ സൈഡ്സ് കണ്ടെയ്നിങ് ദ റൈറ്റ് സൈഡ്സ് ആർ 10 സെൻറ്റിമീറ്റർ ആൻഡ് റൈറ്റ് ആംഗിൾസ് ആർ 10 സെൻറ്റിമീറ്റർ ആൻഡ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം, ഞാൻ വായിച്ച് തെറ്റിച്ചു. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടിനസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഹൈപ്പോട്ടിനസിൻ്റെ നീളം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെൻ ദ സൈഡ്സ് കണ്ടെയ്നിങ് ദ റൈറ്റ് ആംഗിൾസ് ആർ 10 സെൻറ്റിമീറ്റർ ആൻഡ് 12 സെൻറ്റിമീറ്റർ. ഈ ട്രയാങ്കിളിൽ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാവും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ വരുന്ന രണ്ട് സൈഡുകളെന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടിനസ് കണ്ടുപിടിക്കുക. സോ ഞാനിവിടെ താഴെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈപ്പോട്ടനസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 90 ഡിഗ്രി ഞാനൊരു ചെറിയ സ്ക്വയർ ബോക്സ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആ 90 ഡിഗ്രി ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് സൈഡുകളാണ് 10 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും. എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC എന്നാണ്. ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC എന്നാണ്. അതിൽ B ആണ്, ഈ ആംഗിളാണ് B എന്ന് പറയുന്ന ആംഗിളാണ് 90 ഡിഗ്രി ആയിട്ട് വരുന്നത്. ആ B ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് സൈഡുകളാണ് 10 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ABയും BCയും. ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടനസ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ 90 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള വശം ഏതാണെന്ന് നോക്കിയാൽ മതി. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് എപ്പോഴും 90 ഡിഗ്രിക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ വശമായിരിക്കും, അതായത് ഇവിടെ AC ആയിരിക്കും ഹൈപ്പോട്ടനസ്. സോ AC ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം ഉപയോഗിക്കും. പൈതഗോറസ് തിയറം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്തിന് തുല്യമായിരിക്കും, മറ്റ് രണ്ട് സൈഡുകളുടെ സ്ക്വയർ ചെയ്ത് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകളും സ്ക്വയർ ചെയ്തിട്ട് കൂട്ടുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ആണ്. ACയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ നോക്കുക. പൈതഗോറസ് തിയറം പറയുന്നത് ACയുടെ സ്ക്വയർ സമം മറ്റ് രണ്ട് സൈഡുകൾ ഏതൊക്കെയാണ്, ABയുടെ സ്ക്വയർ പ്ലസ് BCയുടെ സ്ക്വയർ ആയിരിക്കും. ഒന്നും കൂടെ പറയാം, പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും, ബാക്കി രണ്ട് സൈഡുകളുണ്ടല്ലോ ആ രണ്ട് സൈഡുകളുടെ നീളത്തിനെയും സ്ക്വയർ ചെയ്തിട്ട് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. സോ ഇവിടെ ഹൈപ്പോട്ടനസ് AC ആണ്. ACയുടെ സ്ക്വയർ സമം മറ്റ് രണ്ട് സൈഡുകളെന്ന് പറഞ്ഞാൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. ABയുടെ വില എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. 10 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 100 പ്ലസ് 144 എന്ന് കിട്ടും, 244. സോ AC സ്ക്വയർ എന്തെന്ന് കിട്ടും, ഇവിടെ ഒന്നുകൂടി എഴുതാം.
AC² സമം 244 എന്ന് കിട്ടും. എന്തെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെ സ്ക്വയർ അറിയാമെങ്കിൽ ആ സാധനം അതിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ x² = 9 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കാൻ വേണ്ടി √9 എടുത്താൽ മതി. ഇപ്പം y² = 25 എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് y കണ്ടുപിടിക്കണമെങ്കിൽ √25 എടുത്താൽ മതി. അതുപോലെ തന്നെ AC² സമം 244 ആണെങ്കിൽ AC കണ്ടുപിടിക്കണമെങ്കിൽ √244 എടുക്കുക. 15.62 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പൈതഗോറസ് തിയറം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫോർമുലയാണ്. ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകൾ, അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആയിരിക്കും. അടുത്ത ചോദ്യവും പൈതഗോറസ് തിയറത്തിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഈ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന അവസാനത്തെ ചോദ്യം. ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൂസ് ബേസ് ഈസ് 15 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈപ്പോട്ടനസ് ഈസ് 21 സെൻറ്റിമീറ്റർ. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൂസ് ബേസ് ഈസ് 15 സെൻറ്റിമീറ്റർ. അതിൻ്റെ ബേസ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട് 21 സെൻറ്റിമീറ്റർ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ് തന്നു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് തന്നു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാനിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് ഇതിൻ്റെ ആംഗിൾ B നമ്മൾ റൈറ്റ് ആംഗിളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വരുന്ന BC ആയിരിക്കും ബേസായിട്ട് വരുന്നത്, AB ആയിരിക്കും ഹൈറ്റായിട്ട് വരുന്നത്. ഇനി ഈ B എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഹൈപ്പോട്ടനസ്. AC ആയിരിക്കും ഹൈപ്പോട്ടനസ് ആയിട്ട് വരുന്നത്. സോ നമുക്കറിയാം ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ സമം ഇവിടെ നോക്കാം. ഞാനിവിടെ ആരോ ഇട്ടിരിക്കുന്നിടത്ത് ആരോ കിടക്കുന്നിടത്ത് നോക്കുക. ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ AC² സമം ഇടതുവശത്തോട്ട് നോക്കുക, വലത്തു നിന്ന് ഇടത്തോട്ട് നോക്കുക. AC² സമം മറ്റ് രണ്ട് സൈഡുകൾ ഏതൊക്കെയാണ്? AB² പ്ലസ് BC². AB² പ്ലസ് BC². സോ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ സമം മറ്റ് രണ്ട് സൈഡുകളിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകളും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ കിട്ടും. രണ്ടും ഒരേ ഇത് തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് സൈഡുകൾ ഏതൊക്കെയാണ്? ഹൈപ്പോട്ടനസ് AC ആണ്, ബാക്കിയുള്ള സൈഡുകൾ AB ആണ്. ABയുടെ സ്ക്വയർ പ്ലസ് BCയുടെ സ്ക്വയർ ചെയ്യുമ്പം ACയുടെ സ്ക്വയർ കിട്ടും, ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ കിട്ടും. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വേറെ രീതിയിൽ മാറ്റി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ AB² പ്ലസ് BC എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് നമുക്കറിയാം 15 ആണ്. 15² സമം AC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 21 തന്നിട്ടുണ്ട് AC². ഇനി AB² ആണ് കണ്ടുപിടിക്കേണ്ടത്. AB² ഇക്വേഷൻ്റെ ഇടത് സൈഡിലാണ് കിടക്കുന്നത്. AB² കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് 15² ആണ്. 15² എടുത്ത് ഇക്വേഷൻ്റെ വല സൈഡിലോട്ട് കൊണ്ടുവരിക. (15² വലത് സൈഡിലോട്ട് വരുമ്പോൾ -15² ആവും. സോ ഇനി ഇടത് സൈഡിൽ AB² മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം 15ൻ്റെ സ്ക്വയർ നമ്മൾ വലത് സൈഡിലോട്ട് കൊണ്ടുവന്നു. AB² സമം 21² മൈനസ് 15² എന്ന് കിട്ടും. പ്ലസ് 15² വലത് സൈഡിലോട്ട് പോകാൻ മൈനസ് ആവും. 21ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 മൈനസ് 225. AB² സമം 216 എന്ന് കിട്ടും. AB സമം √216 എന്ന് കിട്ടും. 14.7 സെൻറ്റിമീറ്റർ. സോ ഇതാണ് ട്രയാങ്കിളിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സർക്കിളിനെ കുറിച്ച് നോക്കാം.